ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധി. പക്ഷേ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഭരണഘടനയനുസരിച്ച് ഗവർണർക്കുള്ള അധികാരം പരിമിതമാണെന്ന് അറിയാത്തതുകൊണ്ടല്ല ചില സംസ്ഥാനങ്ങളിൽ അവര് വഴിവിട്ടു കളിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ തൃപ്തിപ്പെടുത്തിയെങ്കിലും മാത്രമേ പദവിയിൽ സുരക്ഷിതമായി തുടരാനാകുകയുള്ളൂവെന്ന ചിന്തയാണ് ഇതിനു പിന്നില്. ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച കൃത്യവും വ്യക്തവുമായ തീർപ്പാണ് ചൊവ്വാഴ്ച സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. സംസ്ഥാന സർക്കാരിനു മേലെയാണ് തങ്ങളെന്ന മട്ടിലാണ് പല ഗവർണർമാരുടെയും സമീപനം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിന് അനുസൃതമായി പ്രവർത്തിക്കാന് ബാധ്യസ്ഥനാണ് ഗവർണറെന്ന് സുപ്രീം കോടതി അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കി. തമിഴ്നാട് പാസാക്കിയ 10 ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി വൈകിപ്പിച്ച തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ ജെ.ബി. പർദിവാലയും മനോജ് മിശ്രയും ഉൾപ്പെട്ട സുപ്രീം കോടതി ബഞ്ചിന്റെ വിധിപ്രസ്താവം. 2023 നവംബറിൽ പഞ്ചാബ് സർക്കാരിന്റെ ഹർജിയിലും സമാനമായ നിരീക്ഷണം നടത്തിയിരുന്നു സുപ്രീം കോടതി. ഭരണഘടനാപരമായി ചില അധികാരങ്ങൾ ഗവർണർക്കുണ്ടെങ്കിലും നിയമനിർമ്മാണ കാര്യങ്ങളിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് മേധാവിത്വം. നിയമസഭയുടെ നടപടികളെ തകിടും മറിക്കുന്ന പ്രവർത്തനം ഗവർണർമാരിൽ നിന്നുണ്ടാകരുത്. ജനാധിപത്യത്തിന്റെ മൗലിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഗവർണർമാരുടെ വഴിവിട്ട അധികാര പ്രകടനം. തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികളല്ല, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന പ്രതിനിധികൾ മാത്രമാണ് തങ്ങളെന്ന വസ്തുത മറന്നുകൊണ്ട് പ്രവർത്തിക്കരുതെന്നും വിധിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് ഗവർണർമാരെ ഓർമ്മിപ്പിച്ചിരുന്നു. രാജ്യത്തിന് രാഷ്ട്രപതിയെന്ന പോലെ സംസ്ഥാനങ്ങൾക്ക് ഭരണത്തലവനാണ് ഗവർണർ. എന്നാൽ എക്സിക്യൂട്ടീവ് പവർ അഥവാ ഭരണനിർവഹണാധികാരം ഇല്ലാത്തതിനാല് ഭരണത്തലവന് എന്ന വിശേഷണം ആലങ്കാരികവും നാമമാത്രവുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിലെ ജനങ്ങളോട് നേരിട്ട് ഉത്തരവാദിത്വമുള്ളത്. സർക്കാരിന്റെ തീരുമാനങ്ങളോട് ഗവർണർക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാമെങ്കിലും സംസ്ഥാന സർക്കാർ നിലപാടിൽ ഉറച്ചുനിന്നാൽ അതംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് ഗവർണർ. എന്നാൽ സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായവ്യത്യാസം രൂക്ഷമാകുമ്പോൾ ഫയലുകളിൽ ഒപ്പിടാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ജനാധിപത്യവിരുദ്ധമായ നിലപാടാണ് പല സംസ്ഥാനങ്ങളിലും വിശേഷിച്ചും കേന്ദ്ര ഭരണകക്ഷികളില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണം കൈയാളുന്ന ഇടങ്ങളിലെ ഗവർണർമാര് അനുവർത്തിച്ചു വരുന്നത്. ഇതാണ് ഗവർണർ പ്രശ്നം നിരന്തരം കോടതി കയറുന്നതിന്റെ പശ്ചാത്തലം. ചൊവ്വാഴ്ചത്തെ വിധിപ്രസ്താവം തമിഴ്നാടിന്റെ ഹർജിയിലാണെങ്കിലും കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് കൂടി ആശ്വാസമേകുന്നതാണ്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിർണായകമായ പല ബില്ലുകളിലും തീർപ്പ് കൽപ്പിക്കാതെ കേരളത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയും ഭരണസ്തംഭനത്തിലേക്ക് വരെ കാര്യങ്ങളെത്തിക്കുകയും ചെയ്തിരുന്നു. 2 വർഷത്തോളമാണ് തീരുമാനമെടുക്കാതെ അദ്ദേഹം ബില്ലുകൾ തടഞ്ഞുവെച്ചത്. ഇതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതോടെ 7 ബില്ലുകൾ അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ചു. ഇതില് ലോകായുക്ത ബിൽ അടക്കം 6 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചു. ഇതിനു പിന്നാലെ ബില്ലുകൾ രാഷ്ട്രപതിക്കയച്ച ഗവർണറുടെ നടപടിയും തീരുമാനമെടുക്കാതെ തടഞ്ഞുവെച്ച രാഷ്ട്രപതിയുടെ നടപടിയും ചോദ്യം ചെയ്ത് കേരളം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ തീർപ്പ് വരാനിരിക്കുന്നേയുള്ളൂ. പഞ്ചാബിന്റെയും തമിഴ്നാടിന്റെയും ഹർജികളിലെ വിധികൾ കേരളത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഭരണഘടനയനുസരിച്ച് ഗവർണർക്കുള്ള അധികാരം പരിമിതമാണെന്ന് അറിയാത്തതുകൊണ്ടല്ല ചില സംസ്ഥാനങ്ങളിൽ അവര് വഴിവിട്ടു കളിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ തൃപ്തിപ്പെടുത്തിയെങ്കിലും മാത്രമേ പദവിയിൽ സുരക്ഷിതമായി തുടരാനാകുകയുള്ളൂവെന്ന ചിന്തയാണ് ഇതിനു പിന്നില്. ഒരു സിവിൽ സർവീസ് ജീവനക്കാരനുള്ള ജോലി സുരക്ഷിതത്വം പോലുമില്ല സംസ്ഥാനത്തിന്റെ തലവനെന്നു വിശേഷിപ്പിക്കുന്ന ഗവർണർക്ക്. സിവിൽ സർവീസ് ജീവനക്കാരെ നീക്കണമെങ്കിൽ ഭരണഘടന അനുച്ഛേദം 311 പ്രകാരമുള്ള അന്വേഷണ നടപടികൾ വേണം. അതേസമയം കേന്ദ്ര സർക്കാരിന് അനഭിമതനായാല് വേണ്ടെന്നു തോന്നിയാല് ഏത് സമയത്തും ഗവർണറെ നീക്കം ചെയ്യാം. രാഷ്ട്രപതിക്കാണ് അതിനുള്ള അധികാരമെന്നു മാത്രം. രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പാണല്ലോ പലപ്പോഴും. ഇതാണ് ഭരണകക്ഷിയുടെ ചട്ടുകമായി മാറാനും ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനയുടെ അന്തസ്സതക്കും നിരക്കാത്ത വിധം പ്രവർത്തിക്കാനും ഗവർണർമാര് ഒരുമ്പെട്ടിറങ്ങുന്നത്. ഗവർണർമാരുടെ അധികാര പരിമിതിയെക്കുറിച്ച് കോടതി അടിക്കടി ഓർമ്മിപ്പിച്ചതുകൊണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി തങ്ങൾക്ക് കീഴ്പ്പെടാത്ത സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച് വെടക്കാക്കി തനിക്കാക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഗവർണർമാര്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താത്പര്യങ്ങൾക്കും അജണ്ടക്കും നിരക്കാത്തതെങ്കിൽ പരമോന്നത കോടതി ഉത്തരവുകളും അവർക്ക് പുല്ലുവില. ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി പലതവണ രൂക്ഷമായി പ്രതികരിച്ചിട്ടും യു.പിയിലും മറ്റും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ വൈകിപ്പിക്കരുതെന്ന് 1.5 വർഷം മുമ്പ് പഞ്ചാബ് സർക്കാർ കേസിൽ ഗവർണർമാർക്ക് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടും കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനോ തമിഴ്നാട്ടിൽ ആർ.എൻ. രവിയോ ബംഗാളിൽ സി.വി. ആനന്ദബോസോ നിലപാട് മാറ്റാൻ തയ്യാറായില്ലെന്നതും ഓർക്കേണ്ടതുണ്ട്.